ആംബുലൻസുകളൊക്കെ കണ്ടോ? അഹമ്മദാബാദിലെ വിമാന ദുരന്തം ബാക്കി വെച്ച നടുക്കുന്ന കാഴ്ചകളാണിത്. ഈ വണ്ടികളിൽ കയറിയാണ് 241 മൃതദേഹങ്ങളും അവരവരുടെ പിറന്ന നാടുകളിലേക്ക് പോകാൻ പോകുന്നത്. ഈ ആംബുലൻസുകളെല്ലാം ഇവിടെ അവരുടെ ഊഴം കാത്തു നിൽക്കുകയാണ്. അതായത് നിർദ്ദേശം നൽകും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം DNA സാമ്പിളുകൾ എടുത്ത് അതിൻ്റെ പരിശോധനാ ഫലം വന്ന് അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന മുറയ്ക്ക് ഊഴങ്ങൾ നൽകുന്നതിനനുസരിച്ച് ഈ ആംബുലൻസുകൾ വേണം പോകാൻ, ആ മൃതശരീരങ്ങളെ ഏറ്റി ബന്ധുക്കൾക്കൊപ്പം അവരുടെ ജന്മനാടുകളിലേക്ക് പോകാനായിട്ട്. സർക്കാർ നൽകുന്ന ഔദ്യോഗിക കണക്കനുസരിച്ച് 200-നടുത്ത് ആംബുലൻസുകൾ ഇതിനോടകം തന്നെ ഈ BJ ആശുപത്രിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മുറിക്ക് തൊട്ടടുത്തുള്ള ഈ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരറ്റത്തു നിന്ന് നോക്കിയാൽ ആംബുലൻസുകൾ മാത്രമാണ്, ആ ആംബുലൻസുകളുടെ കാഴ്ചകൾ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം 500 അംഗങ്ങളുള്ള ഡ്രൈവർമാരുടെ അടക്കമുള്ള സംഘവും ഇവിടെ എല്ലാ കാര്യത്തിനും സജ്ജമാണ്. അവരെല്ലാ കാര്യത്തിനും തയ്യാറായി തന്നെ ഇവിടെ നിൽക്കുന്നുമുണ്ട്. ऐसा पता नहीं क्या बोले कि बॉडी रिपोर्ट आएगा, बाद में आपको कॉल करेंगे, बाद में ले जाने का बॉडी, ऐसा बोले। उन्होंने बताया है कि हमारे सर ने कि आप ड्राइवर उनके साथ जो आरोग्य में जो MPLW होते हैं वो साथ में आएंगे, उनको लेकर हम जाएंगे. മടക്കയാത്രയിൽ ആരോഗ്യ പ്രവർത്തകരും ഈ മൃതശരീരങ്ങൾക്കും അതുപോലെ അവരുടെ ബന്ധുക്കൾക്കും ഒപ്പം നാട്ടിലേക്ക് മടങ്ങും. വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുമെന്നുള്ള കാര്യം തന്നെയാണ് ഗുജറാത്ത് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും മൃതശരീരങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചു നൽകും. പിന്നീട് എയർ ഇന്ത്യ തന്നെയാണ് വിമാനങ്ങളിൽ അവരുടെ ബന്ധുക്കളെയും കൊണ്ട് ജന്മനാട്ടുകളിലേക്ക് ഈ മൃതശരീരങ്ങളെ കൊണ്ടുപോവുക. മലയാളി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് DNA പരിശോധനാ ഫലം ലഭിക്കാനായിട്ട്. അതിനുശേഷം കുറച്ചുകൂടി നടപടിക്രമങ്ങൾ അത് പൂർത്തിയാക്കിയ ശേഷം ഒരുപക്ഷെ നാളെ വൈകിട്ടോടുകൂടി മാത്രമേ മൃതശരീരം ഇവിടെ നിന്ന് വിട്ടു നൽകുകയുള്ളൂ. അതിനുശേഷം കേരളത്തിലേക്കുള്ള മടക്കയാത്ര അത് സാധ്യമാവുകയും ചെയ്യുള്ളൂ. ദുരന്തഭൂമിയിലെ ആ മൃതശരീരങ്ങളെ എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ആശുപത്രിയുടെ പരിസരത്തു നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.